നമസ്കാരം. അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കാതെ സൗദി അറേബ്യ. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കരാറിന്റെ നിലവിലെ കാലാവധി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഈ കരാർ പുതുക്കാൻ സൗദി അറേബ്യ തയ്യാറായിട്ടില്ല. മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം 1974 ഈ പെട്രോ ഡോളർ കരാർ നിലവിൽ വന്നത്. ഈ കരാറോട് കൂടിയാണ് ക്രൂഡ് ഓയിലിന്റെ വില US ഡോളറുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും ലോകത്തിലെ മറ്റെല്ലാ കറൻസികളെക്കാളും ഉയർച്ചയും മുൻതൂക്കവും അമേരിക്കൻ പണത്തിന് നൽകുകയും ചെയ്തിരുന്നു. നിലവിലുള്ള ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഡോളറിന് വലിയ പ്രാധാന്യം ലഭിക്കാൻ കാരണമായ അടിസ്ഥാന ഘടകവും ഇതുതന്നെയായിരുന്നു. ഈ കരാർ പ്രകാരം സൈനിക പിന്തുണയ്ക്ക് പകരമായി US ബോണ്ടുകളിലേക്ക് മിച്ച ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതിനും സൗദികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം കരാർ പുതുക്കാൻ സൗദി അറേബ്യ തയ്യാറായിരുന്നില്ല. ഇത് ഡോളറിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൗദിയുടെ ഒരു നിലപാട് ഒരുപക്ഷെ സഹായകമാകാനുള്ള സാധ്യതയും ഏറെയാണ്. നിലവിൽ ലോകത്ത് ഡോളറിനുള്ള ഒരു ആധിപത്യം അത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സൗദിക്കുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ സൗദി നടപടിയുടെ പ്രധാനപ്പെട്ട ഗുണഭോക്താവ് ചൈനയുടെ യുവാൻ ആയിരിക്കും എന്നുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. നിലവിൽ എന്തായാലും സൗദി അറേബ്യ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോളതലത്തിൽ തന്നെ ഇത് ചർച്ചയാക്കപ്പെടുന്നുമുണ്ട്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ഒരു പെട്രോ ഡോളർ കരാർ അത് പുതുക്കാതെ സൗദി അറേബ്യ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയുമായുള്ള നയങ്ങളിലും എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.